ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ. അതായത് ഇന്ന് കണ്ടുവരുന്ന മോസ്റ്റ് ഓഫ് ദി ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഈ പറയുന്ന എന്നിലും എനിക്കുള്ളൊരു അസുഖമാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ കേട്ടോ. അപ്പം നമുക്കത് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്താണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അതായത് രക്തത്തിലുണ്ടാകുന്ന അയണിൻ്റെ കുറവാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഓക്കെ, ഇത് എന്തുകൊണ്ട് കുറയുന്നു എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യമേ തന്നെ നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ടത് രക്തസ്രാവം കൂടുതലായിട്ടുള്ള സ്ത്രീകളിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം അവരുടെ HBയും കുറയാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന പൾസസ് ആയിക്കോട്ടെ, അതായത് പയർ വർഗ്ഗങ്ങൾ, ധാന്യവർഗ്ഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇറച്ചി, മീൻ നമ്മൾ പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്തും നമ്മുടെ അയണിൻ്റെ അളവ് കുറവായിരിക്കും. പിന്നെ ഗർഭിണികളായ സ്ത്രീകൾക്ക് അത് അവരുടെ ഗർഭകാലഘട്ടത്തിൽ അയണിൻ്റെ ആവശ്യകത കൂടുതലാണ്, കുഞ്ഞ് വളരുന്നതിന് ആവശ്യമായിട്ട്. ആ സമയങ്ങളിലും അയണിൻ്റെ അളവ് സ്ത്രീകളിൽ പൊതുവെ കുറഞ്ഞാണ് കാണപ്പെടുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം അയൺ ഡെഫിഷ്യൻസി അനീമിയ നമുക്കുണ്ട് എന്നുള്ളതിന് നമുക്ക് ശരീരം കുറച്ച് സിംറ്റംസ് പുറപ്പെടുവിക്കും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ വളരെയധികം നമുക്ക് ടയേർഡ്നെസ് ഫീൽ ചെയ്യപ്പെടും. രണ്ടാമതായിട്ട് നമുക്ക് തോന്നും നമ്മൾ പെട്ടെന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഡിസി ഫീലിംഗ് വരുന്ന പോലെ. പിന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് വേണ്ടതായിട്ട് തോന്നുന്നത്, നമ്മൾ അമിതമായി നമുക്ക് ഓക്സിജൻ കാണും, ബട്ട് നമ്മൾ ശ്വാസം എടുത്ത് വലിയതുകൊണ്ട് നമുക്കിത് എത്ര എടുത്തിട്ടും തികയുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ടൊരു ഡോക്ടറെ സമീപിക്കുക. അതിനു വേണ്ടിയ റൊട്ടീനായിട്ടുള്ള ചെക്കപ്പ് നടത്തുക. അതിനൊരു ഹെമറ്റോളജിസ്റ്റിനെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഹെമറ്റോളജിസ്റ്റാണ് നമ്മുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് റൂൾഡ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണെന്ന് കേട്ടോ. അപ്പോൾ ഒരു ഹോം റെമഡി നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇതൊന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് ഡയറ്റിൽ പച്ചക്കറികൾ ഉൾപ്പെടുത്താം. മുളക്, പയറ്, അതായത് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, പിന്നെ നമ്മുടെ മുരിങ്ങയുടെ ആ ഇലയുണ്ടല്ലോ, ഇതൊക്കെ വളരെയധികം ഹൈ കണ്ടൻറ്റ് ഓഫ് അയൺ ആണ്. അത് പച്ചക്കറിയിൽ നിന്ന്. അല്ലാതെ നോൺ വെജിൽ നിന്ന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ലിവർ, റെഡ് മീറ്റ്, ഇതൊക്കെ ഹൈലി അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ്. അത് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും വൈറ്റമിൻ C ആഡ് ചെയ്ത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആഗിരണം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ലൈക്ക് ഓറഞ്ച്, നാരങ്ങ, പിന്നെ നമ്മുടെ ഗൂസ്ബെറി, ഇതൊക്കെ എന്താണ് വൈറ്റമിൻ C അടങ്ങിയ ഫുഡാണ്. പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കേരളക്കാർക്കുള്ളൊരു ഫുഡാണ്, അതായത് കാപ്പിയും ചായയും. ഇതിൻ്റെ ഒരു അളവ് കുറച്ച് കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ